ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, എൻ്റെ കുട്ടികളെ എല്ലാവരും ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലെ ആവറേജ് എന്നുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് അമൃത മിസ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും ഈ ആവറേജ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവസാന ഭാഗത്തേക്കില്ലേ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളും അടിപൊളിയായിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും. എന്നാലും നമുക്കൊന്ന് ഇന്ന് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനൊക്കെ ഇന്ന് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെന്താക്കാം, നമുക്കിന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചോദ്യമായിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. പക്ഷേ എൻ്റെ മക്കൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കേ. ഒരു വിദ്യാലയത്തിൽ 8 അധ്യാപകരാണുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് ആദ്യമേ നോക്കുക. 8 പേരുണ്ട്. യെസ്, അതിൽ 35 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. അല്ലേടാ, 35 വയസ്സുള്ള ഒരാൾ എന്തായി പോയിട്ടുണ്ട്. ഇനിയോ, പകരം മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 2 കൂടി എന്നാണ് പറയുന്നത്. ഏവറേജ് ആണ് അവിടെ 2 കൂടുന്നത്. എന്തെയോ, പുതുതായി വന്ന അധ്യാപകൻ്റെ പ്രായം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്, ആദ്യം ആകെ 8 പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ വെറുതെ 8 പേർക്ക് വെറുതെ ഒരു 8 തല വരച്ച് കൊടുക്കുന്നുണ്ട്. അതായത് 1 2 3 4 5 6 7 8. അപ്പോൾ ഈ 8 പേരുണ്ട്. ഇതിൽ ഏറ്റവും ലാസ്റ്റിലെ ആളാണ് 35 വയസ്സുള്ള ആ ഒരു ടീച്ചർ അല്ലേ. അപ്പോൾ 35 വയസ്സുള്ള ആൾ എന്ത് ചെയ്തു, പോയി ഇല്ലേടാ, അയാൾ പോയി. അപ്പോൾ അയാൾ പോയപ്പം അയാളുടെ സ്ഥാനത്തേക്കാണ് പുതിയൊരു ടീച്ചർ വന്നത് അല്ലേ. അപ്പോൾ പോയപ്പം അതേ സ്ഥാനത്തേക്ക് ആര് വന്നു, ഒരു പുതിയ ടീച്ചർ വന്നു. പക്ഷേ ഇതാ പുതിയ ടീച്ചറുടെ പ്രായം എത്രയാണ് ഇല്ലേ, അവരുടെ ഏജ് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അയാൾ വന്ന സമയത്ത് അയാൾ വന്നപ്പോൾ ടോട്ടലായിട്ട് നിൽക്കുന്ന ആവറേജിൽ 2 വീതം കൂടി എന്നാണ് പറഞ്ഞത് അല്ലേ. 2 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 2 ഇൻക്രീസ് ചെയ്തത് ശരാശരിക്കാണ്, ആവറേജിനാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും എത്ര വെച്ച് കൂടിയിട്ടുണ്ടാവണം, 2 വെച്ച് കൂടിയിട്ടുണ്ടാവണം. അങ്ങനെ തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 8 പേരുണ്ടെങ്കിൽ ആ 8 പേർക്കും 2 വെച്ച് കൂടി ആ പുതിയ ആൾ വന്നപ്പോൾ അല്ലേടാ. അപ്പോൾ എന്തായി, ഇത് 2 വെച്ച് കൂടി എന്ന് പറയുമ്പോൾ ഇയാൾക്ക് 2 കൂടി, 2 2 2 2 അല്ലേ. ഓരോരുത്തർക്കും എത്രയാണ്, 2 വെച്ച് കൂടി. എത്ര പേർക്കാ കൂടിയത്, 8 പേർക്ക് 2 വെച്ച് കൂടി എന്ന് പറഞ്ഞാൽ ആകെ ടോട്ടൽ എത്ര കൂടിയിട്ടുണ്ടാവണം, 16 കൂടി ഇല്ലേടാ. ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ഏജിൽ നിന്നും എല്ലാവർക്കും കൂടെ 2 കൂടിയപ്പം ആകെ 16 കൂടി എന്ന് പറഞ്ഞാൽ പുതിയൊരാൾ വന്നപ്പം എന്ത് കൂടി, 16 വയസ്സ് കൂടി ഇല്ലേടാ. ഈ 35-നേക്കാൾ 16 വയസ്സ് ആഡ് ചെയ്തപ്പോഴാണ് ഇല്ലേ, കൂടിയപ്പോഴാണ്, പുതിയൊരാൾ വന്നപ്പോൾ 16 വയസ്സ് കൂടിയപ്പോഴാണ് ആ 2 വെച്ച് എല്ലാവർക്കും കൂടി എന്ന് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് മനസ്സിലായി. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ ഏതാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവണം ഇല്ലേതാ. പുതിയൊരാൾ വന്നപ്പോൾ എന്തായി, 2 വെച്ച് എല്ലാവർക്കും കൂടി എന്ന് പറഞ്ഞാൽ ആകെ ടോട്ടൽ 16 വയസ്സ് കൂടി. ആരേക്കാൾ, ഈ പറഞ്ഞ 35-നേക്കാൾ അല്ലേടാ. അപ്പോൾ പുതിയ ടീച്ചർ ഏജ് എങ്ങനെ കണ്ടുപിടിക്കാം, യെസ്, ഇവിടെയുള്ള 35-നോട് ഈ 16 ആഡ് ചെയ്താൽ മതി. 16 ആണ്, 6 അല്ല, 16 ആഡ് ചെയ്യാം. അപ്പോൾ 35 + 16 എന്ന് പറഞ്ഞാൽ എത്ര വരും, 51 എന്ന് കിട്ടിയിട്ടുണ്ടാകും. 51 വയസ്സാണ് എന്ന് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഓരോ തലയൊക്കെ വരച്ച് ഓരോന്നായിട്ട് ചെയ്തിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ആൻസറിലേക്ക് പോയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതേ നിങ്ങൾക്ക് ഒരാളല്ലേ ഏതെങ്കിലും ഒരു എണ്ണം തന്നിട്ട്, ഇപ്പോൾ 8 പേരാണ് ഇവിടെ ടോട്ടലായിട്ട് തന്നത്. ആ 8 പേരായിക്കോട്ടെ, ഇവിടെ 35 വയസ്സുള്ള ആളാണ് പോയത്. ഓക്കെ, അപ്പോൾ പോയ ആളുടെ വയസ്സിനോട് എത്ര പേരുണ്ട്, 8 പേര്. അവരുടെ ശരാശരിയിൽ എത്ര വെച്ച് കൂടി, 2 വെച്ച് കൂടി. അപ്പോൾ ഇത് എണ്ണത്തിനെ ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുമടാ, 16 കിട്ടും. ആ 16-നെ ഈ പോയ ആളുടെ വയസ്സിൻ്റെ കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ആൻസർ ആകും. അപ്പോൾ ആ ഒരു കാര്യം, ഇതാണ് ഈ ഇങ്ങനത്തെ ഏതൊരു രീതിയിലുള്ള ഇതേ മോഡൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോട്ട്ബുക്കിൽ തലകൾ വരച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് എത്രയാണോ കൂടിയത് അതെന്ത് ചെയ്യുക, ടോട്ടലോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോയ ആളുടെ വയസ്സിൻ്റെ കൂടെ കൂട്ടിയാൽ മതി എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തോളാം. അപ്പോൾ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, ഇതുപോലെ പോയതും വരുന്നതൊക്കെ കൂടിയൊരു ചോദ്യമാണ് ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ചോദ്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് അത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. റെഡി. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കുക. ദ ആവറേജ് ഏജ് ഓഫ്
A child in a class of 35 is 11. 35 കുട്ടികളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ വയസ്സെന്ന് പറഞ്ഞാൽ 11. ശരാശരി വയസ്സാണ് 11 എന്ന് പറഞ്ഞാൽ ആവറേജ്. ഇനിയോ ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ഒരു ടീച്ചർ എക്സ്ട്രാ വന്നു അല്ലേ? അപ്പോൾ എക്സ്ട്രാ വന്നു എന്ന് പറഞ്ഞാൽ 11 എന്നുള്ള ആവറേജ് എന്തായിട്ട് മാറി? അവിടെ 12 ആയിട്ട് മാറി. അപ്പം എൻ്റെ മക്കൾ നോക്കിക്കേ, 35 കുട്ടികളുള്ള അടുത്ത് ഒരു ടീച്ചറോട് എക്സ്ട്രാ വന്നാൽ ആകെ എത്ര പേരായടാ? 36 പേരായി. അപ്പോൾ അതാ ടീച്ചർ വയസ്സ് എത്ര അല്ലേ? ഇപ്പം വന്ന ടീച്ചറുടെ പ്രായം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ആ ഒരു ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്നത് 35 സ്റ്റുഡൻസുള്ള ആ ഒരു സ്കൂളിലുള്ള കാര്യം മാത്രമാണ് കേട്ടോ. ടീച്ചർ ഇപ്പം വന്നിട്ടില്ലേ? ഇത് ടീച്ചർ വരുന്നതിന് മുൻപേ 35 കുട്ടികളുണ്ടായിരുന്നു അല്ലേ? നമുക്ക് ആവറേജിന് ഒരു ഇക്വേഷനില്ലേ? ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ ആണ് ഇല്ലേടാ? ടോട്ടലിനെ നമ്മൾ എത്ര ആൾക്കാരുണ്ടോ, എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ആവറേജ് എത്രയായിരുന്നു? 11 ആയിരുന്നു ടീച്ചർ വരുന്നതിന് മുന്നേ. അപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം എത്രയാ? 35 ആണ്. പക്ഷെ ടോട്ടൽ എത്രയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ കണ്ടുപിടിക്കുക? ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഈ 35നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 385 എന്ന് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ എൻ്റെ മക്കൾക്ക് ആൻസർ കിട്ടും. എത്ര വരും? 385 എന്ന് കിട്ടി. ഇനി ടീച്ചർ വന്നു കേട്ടോ. ടീച്ചർ വന്നു കഴിഞ്ഞാൽ എന്താവും? ഇതേ ഇക്വേഷൻ തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. ടോട്ടൽ ബൈ നമ്പർ എന്നുള്ളത് ഞാൻ T/N എന്ന് ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിക്കേ, ടീച്ചർ വന്നപ്പോൾ ആവറേജ് എന്തായി? 12 ആയി. അപ്പോൾ ആവറേജ് ഞാൻ 12 കൊടുത്തു. ടോട്ടൽ നമുക്ക് അറിയില്ല. പക്ഷേ നമ്പർ നോക്കിക്കേ, 35 പേരുള്ള അടുത്ത് ഒരു ടീച്ചറുടെ വന്നാൽ എത്ര പേരാവും? 36 അല്ലേ? 36 ആയിട്ട് മാറി. ഇവരുടെ ടീച്ചർ വന്നപ്പോൾ ഉള്ള ടോട്ടൽ കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ 36നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോൾ ദാ 36 × 12 ചെയ്താൽ എത്ര വരും? 432 എന്ന് വന്നിട്ടുണ്ടാവും. 432 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ മക്കളെ ചോദ്യം എന്തായിരുന്നു? ടീച്ചറുടെ ഏജ് എത്ര? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ടീച്ചർ വരുന്നതിന് മുൻപേ ഇത്രയായിരുന്നു, ടീച്ചർ വന്നപ്പോഴാണ് ടോട്ടൽ ഇത്ര ആയത് അല്ലേ? ടീച്ചർ വരുന്നതിന് മുന്നേ കുട്ടികളുടെ മാത്രം ഏജ് വെച്ചിട്ടാണ് ടോട്ടൽ ഇത്ര വയസ്സ്. ടീച്ചർ വന്നപ്പോൾ കുറച്ചുകൂടെ കൂടി. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ദേ ഈ ഒരു ടോട്ടലിൽ നിന്നും ആദ്യത്തെ ടോട്ടൽ മൈനസ് ചെയ്താൽ മതി, കുറച്ച് നോക്കിയാൽ മതി. നോക്കിക്കേടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 432 നിന്നും 385 മൈനസ് ചെയ്ത് നോക്കുക, കുറച്ച് നോക്കുക. അപ്പം എത്ര വരും നമുക്ക്? ദേ ഇവിടേക്ക് ഒന്ന് കടമെടുത്തു. 12 5 പോയാൽ 7, ബാക്കി 2, 47 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർ പുതിയതായിട്ട് വന്ന ടീച്ചറുടെ ഏജ് എത്രയാണ്? 47 ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ആ ഒരു ആവറേജിലെ ചാപ്റ്ററുമായിട്ട് മൊത്തം ആ ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ കുറച്ചൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവാം. അതൊക്കെ ഇതുപോലെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനിയും ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം, മിസ് ഇതൊന്ന് പറഞ്ഞു തരുമോ എന്നാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കമൻറ്റ് ബോക്സിൽ അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. മിസ് എന്ത് ചെയ്യും? ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.